മാപ്പിള കലാപത്തെ കർഷക ലേളയായിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും പറയാൻ അവകാശമുണ്ടോ? കൊച്ചു കുട്ടികളെ അവർ തലച്ചോറിനെ തകർക്കുകയല്ലേ? ഇവിടുത്തെ ഹിസ്റ്ററി എന്താണ് അവർ പഠിപ്പിക്കുന്നത്? രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? വോട്ട് ജോലി എന്ന് പറയുന്നത് 223 സ്ത്രീകളുടെ വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു. എന്ത് മണ്ടനാണ് രാഹുൽ ഗാന്ധി? ഇത്രയും ഒരു LOP ഇങ്ങനെ ചെയ്യാവോ? എന്തൊക്കെ വിഡിത്തങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാഷണൽ ഹെറാൾഡ് കേസ് ഗുരുതരമായിട്ടുള്ള കേസാണ്. സ്വാതന്ത്ര്യ സമരത്തെ പറ്റിച്ച് ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ നയ പൈസയായിട്ട് കൊടുത്തുണ്ടാക്കിയ നാഷണൽ ഹെറാൾഡിൻ്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുവകകൾ കട്ടെടുത്തതാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഇപ്പം തന്നെ ഈ NEPയുടെ കാര്യമാണ്. കേരളത്തിൽ കോൺഗ്രസ് എന്താ പറയുന്നത്? അവരുടെ സ്റ്റേറ്റിലൊക്കെ അവർ ഒപ്പിട്ടു. ഇവിടെ വന്നിട്ട് എന്താണ് പറയുന്നത്? ഇപ്പോൾ കോൺഗ്രസ്സിന് ഇങ്ങനെയുള്ളൊരു മുഖമുണ്ട്. പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളെ വ്യോമത്താവളങ്ങളെല്ലാം അവരിടിച്ചു, ഞങ്ങളെ 150 പേര് മരിച്ചു, അവരഡ്മിറ്റ് ചെയ്തു. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ 9 സൈനിക, ഞങ്ങളുടെ സാധാരണ സ്ഥലത്ത് മാത്രമല്ല, ഡ്രോണും വിമാനവും മാത്രമല്ല, ഞങ്ങളുടെ സൈനിക സെൻറ്ററുകൾ തകർത്തു. ഈ ചങ്ങാതി പറയാണ് അതിന് തെളിവ് വേണം. കേരളം ഇപ്പോഴും വേറിട്ട് നിൽക്കുന്നതാണ്, വ്യത്യസ്തമാണെന്നാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടത് പാർട്ടികളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPയെ ഇവിടെ അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്ന് ഒരേ പ്രചരണമുണ്ട്. അപ്പോൾ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അല്ല, ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റിൻ്റെ ഒരു എന്താ ഇത്രയും ഹിപ്പോക്രസി ഉള്ള വേറെ ഒരു ജനത, ഒരു സംവിധാനമില്ല. ഷാജി കേട്ടാ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് കൊച്ചു കുട്ടികൾ അവർ പാടിയത് എന്താണ്? കേട്ടിട്ട് പോലുമില്ല, കേൾക്കാതെയാണ് ഈ പറയുന്നത്. അവരെന്താണ് പാടിയത്? ഭാരത ഹൃദയ വിഭജിയിൽ ഉണരും രാഗമാലിക നമ്മൾ കേട്ടിട്ടുണ്ട്. അത് RSS എഴുതി ഉണ്ടാക്കിയതല്ല, എല്ലാവർക്കും അറിയാം ആരാണ് എഴുതിയത്. അതിനോട് പ്രസക്തിയില്ല. ഇന്നിപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ഗണഗീതം അതിലൊരു അല്ല, RSSന്റെ ഗണഗീതം അല്ലെന്ന്. അത് വളരെ പോസിറ്റീവ്, പുതിയ തലമുറയ്ക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു രാഷ്ട്രഗീതമാണ്. അത് ഒരു ദേശഭക്തി ഗാനമാണത്. അല്ല, RSSനെ പറ്റി ഒന്നും അതിൽ പറയുന്നില്ല. RSSനെ പറ്റി പറയുന്ന ധാരാളം ഗണഗീതങ്ങൾ ഞങ്ങൾ ശാഖയിൽ പാടുന്നുണ്ട്. ഇത് RSSനെ കുറിച്ചല്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്ന അങ്ങനെ കേരളത്തിൻ്റെ ഒരു ഉദ്ഘോഷമാണ് ആ ഗണഗീതത്തിൽ. ചുമ്മാ വന്നിട്ട് കലറിയാണ് DYFIക്കാരും മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളും. അത് ആ ഒരു നെറേറ്റീവിന് ഇവിടെ അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കണ്ടിട്ട് പിന്മാറുകയല്ല. ക്ഷമിക്ക്, അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്-20 അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? അതൊരിപ്പോൾ അവരെ വിമർശിക്കുന്നവർ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിൽ RSSന്റെ പാട്ട് പാടി എന്നുള്ളതാണ് അവരുടെ ഒരു വിമർശനം. അങ്ങനെ തോന്നുന്നുണ്ടോ? സർക്കാർ പരിപാടിയായിരുന്നു, അവിടെ പാടില്ല എന്നുണ്ടോ? അല്ല, രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിലേ കേരള സർക്കാർ എന്തെല്ലാം അബദ്ധ പഞ്ചാംഗങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാപ്പിള കലാപത്തെ കർഷക ലേളയായിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും പറയാൻ അവകാശമുണ്ടോ? കൊച്ചു കുട്ടികളെ അവർ തലച്ചോറിനെ തകർക്കുകയല്ലേ? ഇവിടുത്തെ ഹിസ്റ്ററി എന്താണ് അവർ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഇതിലെന്താ തെറ്റുള്ളത്? ഒരു ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം ഒരാൾക്കുണ്ടാവുന്നത്, കുട്ടികൾക്കുണ്ടാവുന്നതിൽ എന്താ തെറ്റുള്ളത്? അവരെന്തെങ്കിലും ദേശഭക്തിഗാനമായി കണ്ടാൽ മതി എന്നാണോ? 100ക്ക് 100 അതൊരു ദേശഭക്തിഗാനമാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അതിനൊരു വിവാഹത്തിന്റെ ആവശ്യമില്ല, ഒരാവശ്യമില്ല. ഇവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ വേടനെ പഠിപ്പിക്കുമെന്ന് പറയുന്നു. വേടൻ ഞാനെതിരല്ല, വേടൻ്റെ രാഷ്ട്രീയമായിട്ട് പോയി പറയാം. പക്ഷെ വേടൻ എന്താണ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത്? അതാണ് ചോദ്യം. അല്ലാതെ വേടൻ്റെ ആശയത്തോട് ഇവിടെ വിയോജിപ്പ്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? വിയോജിക്കാനുള്ള അവകാശമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ പറയാം. വേടൻ എന്തും പറയാം, സ്വാതന്ത്ര്യമുണ്ട്. വേടൻ പറയുന്നതെല്ലാം കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. സമീപകാലത്തുണ്ടായ ഒരു വലിയ പ്രചരണം, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പ്രചരണം, കേരളത്തിലെ CPM-ഉം കേരളത്തിലെ BJP-യും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, ഒരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു ധാരണയുണ്ടെന്നൊരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. എന്താണ് അതിനുള്ളൊരു മറുപടി? നീ എന്താ അത് ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ല, അന്തർധാര യഥാർത്ഥത്തിലുള്ളത് കോൺഗ്രസും CPM-ഉം തമ്മിൽ. കാരണം അവരൊരു മുന്നണിയായിട്ട് പുറത്ത് മത്സരിക്കുകയും ഇവിടെ ഞങ്ങൾ എതിർക്കുകയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. അപ്പൊ അന്തർധാര എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലാണ് അന്തർധാര. ഇവരെവിടെയെല്ലാം BJP ജയിക്കും അവിടെയെല്ലാം അവർ പരസ്പരം സഹായിക്കുകയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും സഹായിക്കുന്നു, അവരൊന്നിക്കുകയാണ്. അതൊക്കെ അവർക്ക് പ്രശ്നമല്ല. ഞങ്ങളില്ലാത്ത അന്തർധാരയുടെ വഴി കേട്ടോണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ധാരയുള്ളത് അവർ തമ്മിലാണ്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. BJPയുടെ ദേശീയ തലത്തിലൊരു മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്.
അതിൽ കേരളത്തിലെ ഒരവസ്ഥ എങ്ങനെയാണ്? അല്ല, കോൺഗ്രസ് മുക്തൊന്നല്ലെന്ന്, കോൺഗ്രസ് കൾച്ചറുള്ള വേറെയും പാർട്ടികളുണ്ട്. കോൺഗ്രസ് സംസ്കാരത്തെയാണ്, കോൺഗ്രസിൻ്റെ സംസ്കാരം എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം? ഇപ്പം തന്നെ ഈ NEPയുടെ കാര്യം വന്നു. കേരളത്തിൽ കോൺഗ്രസ് എന്താ പറയുന്നത്? അവരുടെ സ്റ്റേറ്റിലൊക്കെ അവർ ഒപ്പിട്ടു. ഇവിടെ വന്നിട്ട് എന്താണ് പറയുന്നത്? ഇപ്പം കോൺഗ്രസിന് ഇങ്ങനെയുള്ളൊരു മുഖമുണ്ട്. നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എൻ്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. ഇപ്പം രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? വോട്ട് ജോലി എന്ന് പറയുന്നത് 223 സ്ത്രീകളുടെ വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു. എന്ത് മണ്ടനാണ് രാഹുൽ ഗാന്ധി! ഇത്രയും ഒരു LOP ഇങ്ങനെ ചെയ്യാവോ? എന്തൊക്കെ വിഡിത്തങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞു ഗബ്ബർ സിംഗ് ടാക്സ് ആണ് GST, പറഞ്ഞില്ലേ? ആണോ? 17 ടാക്സ് കൊടുക്കണമായിരുന്നു ഇന്ത്യക്കാരെ. എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ? ഓരോ ജില്ലക്കും ഒരു ടാക്സ് ആയിരുന്നു. എത്ര മനോഹരമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തു. എല്ലാവരും ചോദിച്ചു, 140 കോടി ജനങ്ങളുള്ള ഒരു ഇത്രയും കോംപ്ലക്സ് സിറ്റുവേഷനുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു? ഡിജിറ്റലൈസേഷൻ അവർ എതിർത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യണമെന്ന് പറഞ്ഞു ഈ വിദ്വാൻ, പറഞ്ഞില്ലേ? അല്ല അത് പിന്നെ EVM ടാമ്പറിംഗ് ആണെന്ന് നാട് മുഴുവൻ പറഞ്ഞു. 2019 ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു, നോട്ടീസ് കൊടുത്തു. ഏത് വിദഗ്ധനെ കൊണ്ടുവന്നിട്ടും EVM ടാമ്പറിംഗ് കാണിച്ചു തന്നാൽ ഞങ്ങൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ട്രാൻസ്പെറൻറ്റ് ഇലക്ഷനാണ് ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി അതിനെ പ്രതിച്ച സിന്ദൂറിൽ തെളിവ് ചോദിക്കുന്ന ഒരു LOPയെ കാണുന്നത് എന്ത് ചെയ്യണം ആൾക്കാർ? ഇന്ത്യ രാജ്യത്തായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യായിരുന്നു? സിന്ദൂറിൽ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളെ വ്യോമത്താവളങ്ങളെല്ലാം അവരിടിച്ചു, ഞങ്ങളെ 150 പേര് മരിച്ചു, അവരഡ്മിറ്റ് ചെയ്തു. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ 9 സൈനിക, ഞങ്ങളുടെ സാധാരണ സ്ഥലത്ത് മാത്രമല്ല, ഡ്രോണും വിമാനവും മാത്രമല്ല, ഞങ്ങളുടെ സൈനിക സെന്ററുകൾ തകർത്തു. ഈ ചങ്ങാതി പറയാണ് അതിന് തെളിവ് വേണം. അതല്ല ഈ കുറ്റിന്ത്യ എന്ന് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞ വല്ല കറക്റ്റ്? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. അപ്പം അദ്ദേഹം ഒരു രാജ്യത്ത്, അതാണ് കോൺഗ്രസിൻ്റെ കൾച്ചർ. അവർ ഇന്ത്യയെ തകർക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 150-ാം വാർഷികമാണ് ഇന്നലെ വന്ദേ മാതരത്തിൻ്റെ. വന്ദേ ഭാരതിൽ വരി ആരാണ് വെട്ടിയത്? എന്തിനാണ് വെട്ടിയത്? ഈ പറഞ്ഞ പോലെയാണ് ഇത്. നമ്മുടെ വന്ദേ ഭാരതിൽ ജാഥ നടത്തുന്ന പോലെയാണ് കോൺഗ്രസ്. അപ്പോൾ ഈ കോൺഗ്രസ് കൾച്ചറിനെ ഇല്ലാതാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഹിസ്റ്ററി കോൺഗ്രസ് അല്ല, ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ കോൺഗ്രസ് അല്ല. അതിനപ്പുറത്ത് വലിയ തിരുത്തലുകളല്ല, ശരിയായ ചരിത്രം വരണം. അതാണ് പറഞ്ഞത്. അല്ല തിരുത്തൊന്നും വേണ്ട, ശരിയായ ചരിത്രം വരണം. സ്വാതന്ത്ര്യം നേടിത്തന്നത് അച്ഛനും മകനാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസ് ഗുരുതരമായിട്ടുള്ള കേസാണ്. സ്വാതന്ത്ര്യ സമരത്തെ പറ്റിച്ച് ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ നയ പൈസയായിട്ട് കൊടുത്തുണ്ടാക്കിയ നാഷണൽ ഹെറാൾഡിൻ്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുവകകൾ കട്ടെടുത്തതാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ആ കേസ് ഇപ്പോഴും ഒരു അറസ്റ്റിലേക്ക് പോയിട്ടില്ല. This is the world's biggest comedy, babe. It's called Indian politics.